എങ്ങനെയുണ്ടായിരുന്നു ആദ്യ കുർബാന സ്വീകരണം? താങ്ക് യുടാ. അതായിരിക്കണ് മിഡുവിന്. താങ്ക് യുടാ. അപ്പൊ ഞങ്ങള് പോത്തുശ്ശേരി പള്ളിയിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇന്ന് കുർബാന സ്വീകരണമാണ്, ആദ്യ കുർബാന സ്വീകരണമാണ് നെയ്തന്റെ മോന്റെ. അപ്പൊ ഞങ്ങൾ എത്തി. ഇതാണ് നമ്മുടെ പോത്തുശ്ശേരി പള്ളി. സ്റ്റീവ് എടുക്കണം കേട്ടോ. പള്ളിയിലോ? ആ, ഞാൻ ഇറങ്ങിട്ട് കാണിക്കാം. വേണ്ട, തേഞ്ചിയുടെ കൂട്ടം എന്ന് പറഞ്ഞ പള്ളിയുടെ മുകളില് പോവാം. നല്ല ഉറക്കായി. ഡോറടച്ച് ഗ്രേസ്. ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അവിടെ നിന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവരെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. So I just want to remind you of these three things on this day of your wedding. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന വലിയവരും പാപികളുമായതിനും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ അങ്ങനെ പള്ളിയിലത്തെ ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും, കാരണം നമ്മൾ കുറേ വ്ളോഗ്സിലൊക്കെ ഇവരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഭവ്യയുടെയും ഡോണിൻ്റെയും മോൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ്. ഡോൺ എന്ന് പറയുന്നത് നമ്മുടെ സെലീനാമ്മയുടെ ആങ്ങളയുടെ മോനാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഫാമിലിയുടെ ഫോട്ടോസാണ് ഇനി എടുക്കാൻ പോണത്. ഭവ്യയുടെയും ഡോണിൻ്റെയും ഫാമിലി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. സ്റ്റീവിന്റെ ഉറക്കം കഴിഞ്ഞിട്ടില്ല കേട്ടോ, അവൻ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അതെ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഡോൺ എന്തേ പോക്കറ്റമ്മ കുത്താനായിട്ട്. താങ്ക് യുടാ. അതായിരിക്കണ് ഇത് മിഡുവിന്. താങ്ക് യുടാ. നീ തിരിച്ചു കൊണ്ടുപോകാൻ പോയിരുന്നു എനിക്കറിയാം. ഓ, ഞങ്ങൾക്ക് വേണ്ടി നീ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ പള്ളിയിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഹോളിലേക്ക് പോകാൻ പോകണം. പള്ളിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹോളുള്ളത്. ഇന്നെന്തായാലും നല്ല ക്ലൈമറ്റ് ഉണ്ട്, ഒരു മഴയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആകാശം കാണാൻ നല്ല രസം. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണമുള്ള നമ്മുടെ നെയ്താൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യ കുർബാന സ്വീകരണം? ഓക്കെ. ഇവന് മലയാളം അത്ര പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. അവനോട് ഞാൻ പറഞ്ഞിട്ട് കൃത്യമാണ്. ഹൗ ഈസ് യുവർ ഹോളി കമ്മ്യൂണിയൻ, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ? നൈസ്. യു ഗെറ്റ് എനി സ്പെഷ്യൽ എനർജി? നോ, യു മസ്റ്റ് നീഡ് ടു ഗെറ്റ്. എടി ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്ക്. ഓക്കേടാ, കൺഗ്രാജുലേഷൻ. അപ്പം ഇത് നേതൻ, ഭവ്യ അവിടെ ഉണ്ട്. എല്ലാവരും ഒരിടയ്ക്ക് ഇങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ട്. നീ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കിടക്കണേ അല്ലേ?
ഞാൻ ആൻറ്റിയുടെ അടുത്തായിരുന്നു. ആൻറ്റിയുടെ പോയി, ആൻറ്റി പോയി. ഇത് ചേച്ചി ഷിൻ്റെപ്പൻ. അപ്പൊ ഇതാണ് നെയ്താന്റെ. നീ ഈ കയ്യിൽ കവറും പിടിച്ചോണ്ട് നടക്കണേ? വായ കഴിക്കോളൂട്ടോ. ഈ സമയത്ത് പള്ളിയുടെ ഏരിയ കാണാൻ എന്ത് രസമാണ്. ഓ അടിപൊളി. A pleasant evening to one and all present here. It is with great joy and gratitude that we gather here today to celebrate this beautiful occasion of Holy Communion of our dear Nathan. It is a significant milestone of the spiritual journey of a child, marking a deeper relationship with Christ and a renewed commitment of faith. Today is a day of blessing, happiness, thanksgiving, and charm and a bright, beautiful smile is the star of our day, Nathan. അങ്ങനെ നെയ്തിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി എല്ലാവരും നിരന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പാപ്പന്മാരുടെയും അമ്മമാരുടെയും ആൻറ്റിമാരുടെയും അങ്കിൾമാരുടെയും എല്ലാവരുടെയും കൈ പിടിച്ച് അങ്ങനെ ലാസ്റ്റ് നെയ്തൻ പപ്പയുടെയും മമ്മയുടെയും കൈ പിടിച്ച് അനിയത്തിമാരുടെ കൂടെ സ്റ്റേജിലേക്ക് കയറാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഫംഗ്ഷൻ കാണാൻ വേണ്ടി. എന്താ പറയുക, നല്ല സന്തോഷമുള്ളൊരു നിമിഷങ്ങളായിരുന്നു. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കുമെന്നും എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും വചനത്തിലൂടെ അരുൾ ചെയ്ത ഈശോയെ, ഈ നല്ല ദിവസത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒപ്പം തന്നെ നല്ല കാലാവസ്ഥയും ആരോഗ്യമുള്ള ശരീരവും നല്ല ഭക്ഷണം നൽകി ഇന്നത്തെ ദിവസത്തിന് കൂടുതൽ അനുഗ്രഹമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാ ക്രമീകരണങ്ങളും നന്നായി ചെയ്തു തന്നവരെ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി 12:2 പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന്. ഇപ്രകാരം പറയുന്നു, ഈശോയെ, ഞങ്ങളുടെ ഈ മകനെ അനുഗ്രഹിച്ച് അവൻ്റെ പേര് വിശുദ്ധിയുടെ തിരിയായി തെളിയട്ടെ. എല്ലാവർക്കും മാതൃകയായി നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ കുഞ്ഞിനെയും ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ തലമുറകളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രത്യേകം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ special day in my life, the day my dear Lord Jesus came into my heart to make me his own. Thank you, Lord, for your love, prayers, and for making me worthy enough to receive you. First of all, I thank God for his love and blessings and for guiding me to this important moment in my faith journey. I express my sincere gratitude to Father George Etupar and all the catechism teachers at our Lord, at our Church of Perpetual Help, Stoke-on-Trent, for teaching me so much about the Holy Eucharist. Thank you for your patience, guidance, and for teaching me so much about Jesus. I also like to thank Father Sachi
us here and for അപ്പോൾ ദേ ഇനി അവിടെ മാജിക് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളിരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൻ നല്ല എനർജറ്റിക് ആയി ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി സനേരൻ അവനെ ബാക്കിലേക്ക് കൊണ്ടുപോയേക്കാണ്. probably my dad. Okay. And who is most likely to do something naughty and immediately blame someone else when not? My sister's here, definitely. And who is the most likely to buy unnecessary things while shopping? Maria, all the time. That's why sometimes I don't bring her shopping. She keeps buying things. Yeah, thank you Nathan for your ഇതിൻ്റെ ഇടയിലേ മജീഷ്യൻ പിള്ളേർക്ക് ഇങ്ങനെ ബലൂൺ കൊണ്ട് ഓരോ ടോയുടെ പോലെ ബാർബി, ഡോഗ്, തോക്ക് അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്രേസിനെയും സ്റ്റീവനെയും കുറേ നേരമേ അന്വേഷിക്കണേ. ലാസ്റ്റ് ഈ കൂട്ടത്തിൽ കണ്ടു. അപ്പോൾ ഗ്രേസിനൊരു കുഞ്ഞി പട്ടിക്കുട്ടീനെയും കിട്ടി, സ്റ്റീവിനൊരു തോക്കും കിട്ടി. ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ രണ്ടുപേരും. അപ്പം ഇനി ഗ്രേസ് അവരുടെ കൂടെ ഒരു ചെറിയൊരു ഡാൻസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. എനിക്ക് ഗ്രേസിന് ഫുഡ് കഴിക്കാൻ ഞാനോട് ഞാൻ കഴിച്ചോളാൻ പറഞ്ഞു. സ്റ്റീവിനും കൊടുത്ത് രണ്ടുപേരും കൂടി കഴിക്കുകയാണെങ്കിൽ വേഗം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും വേണം. അപ്പോൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സ്റ്റീവ് ബാക്കിൽ കൂടെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കളിച്ചോളൂ എന്ന് വിചാരിച്ച്. പിന്നെ ഗ്രേസ് പോയി അങ്ങനെ സ്റ്റേജിൽ കയറാനുണ്ട്. അപ്പം പിന്നാലെ അവൻ ഓടിപ്പോയി. അപ്പം അങ്ങനെ ഗ്രേസിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം പോകാൻ പോവാണ്. അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഫുൾ ഫംഗ്ഷൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ നിൽക്കണില്ല. ഇപ്പം ഗ്രേസിൻ്റെ ഡാൻസ് തന്നെ ഇച്ചിരി നേരത്തെ ആക്കുമെന്ന് വെച്ചിട്ട് വേഗം ഡാൻസൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാവരോടും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളതേ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഐസ്ക്രീമും ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.